നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ടാവും. വെൽക്കം ടു ദി ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ ഫോർ കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷനിലേക്കാണ് നിങ്ങൾ ഞാൻ ചെയ്യുന്നത്, സ്വാഗതം ചെയ്യുന്നത്. ഇവിടെ എംപവർ എന്ന് പറഞ്ഞ ഒരു അക്കാഡമി ഉണ്ട്, എംപവർ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. നിങ്ങൾ എംപവർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ എംപവറിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ബിസിനസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് തീർച്ചയാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എംപവർ എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ക്രിപ്റ്റോ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ദി വേൾഡ് എന്ന് പറയാൻ തന്നെ കാരണം ക്രിപ്റ്റോ ബേസ്ഡുള്ള എല്ലാ ബിസിനസിനെ കുറിച്ചും വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു അക്കാഡമി തന്നെയാണ് ഇത്, എംപവർ എന്ന് പറയുന്ന അക്കാഡമി. സോ ഇന്ന് നിങ്ങൾ ക്ഷണിച്ചിരിക്കുന്ന പ്രൊജക്ടിന്റെ പേര് എന്ന് പറയുന്നത് കോയിൻ ഫോർജ് ആണ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് അവിടെ വ്യക്തമായിട്ട് അതിന്റെ അണ്ടർലൈൻ ചെയ്ത് പറയുന്നുണ്ട്, ദി ഫ്യൂച്ചർ ഓഫ് ഡിജിറ്റൽ വെൽത്ത്. നമ്മുടെ ആരോഗ്യസ്ഥിതി മാത്രമല്ല, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും ഇനി വ്യക്തമായി നോക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഒരു ഉത്തമ ഉദാഹരണത്തോടു കൂടി പറയുകയാണെങ്കിൽ കോയിൻ ഫോർജ് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഫിനാൻഷ്യൽ വെൽത്ത് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു 100% ഒരു ഷുവർട്ടിയോട് കൂടിയുള്ള ഒരു ബിസിനസ് തന്നെയാണ് കോയിൻ ഫോർജ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ നിങ്ങൾക്കൊക്കെ ബിസിനസ് അറിയാം അല്ലെ, ട്രഡീഷണൽ ബിസിനസിനെ കുറിച്ച് അറിയാം. എങ്ങനെയാണ് ട്രഡീഷണൽ ബിസിനസ് എന്ന് പറയുന്നത്? നിങ്ങൾ ഒരു ഷോപ്പ് ഇടുന്നുണ്ടെങ്കിൽ ആ ഷോപ്പ് ഇടുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് എത്ര ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും, ആ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ ഉദാഹരണം ഒരു തട്ടുകട ഇടണമെങ്കിൽ തന്നെ മിനിമം ഒരു 3 ലക്ഷം രൂപ വേണം. ഈ തട്ടുകടയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇടുന്ന എമൗണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു മാസം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടില്ല. എപ്പോഴാണ് നിങ്ങൾക്കത് റിട്ടേൺ ആവുക? നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് അതേപോലെ റിട്ടേൺ ആയി. ബാക്കിയുള്ള ബാലൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അസറ്റുകളാണ്, ഫിക്സഡ് അസറ്റുകളാണ്. ഓക്കെ, ഫർണിച്ചർ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ഫിക്സഡ് അസറ്റ്. ആ അസറ്റ് നിങ്ങൾക്ക് എപ്പോഴും എന്താണ്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രോഫിറ്റ് ആണ് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാം. സോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സാധാരണ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ തന്നെ മിനിമം 3 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ ഇന്നത്തെ കാലഘട്ടത്തിൽ വേണ്ട ഒരു അവസ്ഥയിലാണ്. സോ അത് തന്നെ നിങ്ങൾക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റണമെങ്കിൽ ഒരുപാട് കാലം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ ചുരുങ്ങിയ കാലം കൊണ്ട് അല്ലെങ്കിൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഡിജിറ്റലായി, ഫിസിക്കലായി അല്ല, ട്രഡീഷണൽ ആയിട്ടുള്ള അതിനേക്കാൾ കൂടുതൽ വരുമാനം നേടാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊജക്ട് തന്നെയാണ് കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ട്. കോയിൻ ഫോർജിലൂടെ നിങ്ങൾക്ക് ഒരുപാട് വരുമാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇതൊരു ഡിജിറ്റൽ എൻവയോൺമെന്റിൽ നടക്കുന്ന ഒരു ബിസിനസ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നിലകൊള്ളുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വെബ് 3യുടെ കാലഘട്ടമാണ്. ഇന്റർനെറ്റിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ആയിട്ടുള്ള ഒരു വെബ് 3 എന്ന് പറഞ്ഞ ടെക്നോളജിയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ നമ്മൾ വെബ് 3 എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രൊജക്റ്റ് നമ്മൾ എന്തിന് ചെയ്യണം, ഇനി ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സാധാരണ ബിസിനസ്സായ ട്രഡീഷണൽ ബിസിനസ് മാത്രം ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ട്രഡീഷണൽ ബിസിനസ്സിൽ നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഷെയർ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അവിടെയുള്ള ജോലിക്കാരായി ജീവിച്ചു പോകുന്ന ആൾക്കാരായി മാറണോ എന്ന് നമ്മൾ എന്ത് ചെയ്യും, തീരുമാനിക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. സോ വെബ് 3 എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിന്റെ ഒരു ലേറ്റസ്റ്റ് വെർഷൻ ആണ്. നമുക്ക് ഇന്റർനെറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല. വസ്തുത പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് എന്താണെന്ന് പോലും നമുക്ക് അറിയില്ല. പക്ഷെ ആ ഇന്റർനെറ്റ് നമുക്ക് കാണാനോ തൊടാനോ ടച്ച് ചെയ്യാനോ രസിക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ്. പക്ഷെ അത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, എവിടെയോ ഉള്ള ഒരു സുഭാഷ് എന്ന് പറയുന്ന വ്യക്തിനെ എവിടെയോ ഇരിക്കുന്ന നസ്രി മാഡത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഒരു വീഡിയോ കോളിലൂടെയോ അല്ലെങ്കിൽ സൂം മീറ്റിങ്ങിലൂടെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ സഹായമായിട്ട് നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം ആണ് അല്ലെ. ആ ഇന്റർനെറ്റിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ് വെബ് 3. ഈ വെബ് 3 എന്ന് പറഞ്ഞ ടെക്നോളജിയിലാണ് നമ്മൾ ഇപ്പൊ ഒക്കെ കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്, മൈഗ്രന്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ വെബ് 3 നമ്മൾക്ക് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഈ വെബ് 3 എന്ന് പറഞ്ഞ ടെക്നോളജിയിൽ നമുക്ക് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വെബ് 3 ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അതൊരു ഡീസെൻട്രലൈസ് മെത്തേഡിലാണ് ആ വെബ് 3 എന്ന് പറഞ്ഞ ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. അവിടെ കൃത്യമായി പറയുകയാണെങ്കിൽ ആ വെബ് 3 ഒരു ടോക്കൺ ബേസ്ഡ് എക്കണോമി അല്ലാതെ റൺ ചെയ്യില്ല എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സോ ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്, വെബ് 3യുടെ കാലഘട്ടമാണ്. ആ വെബ് 3യുടെ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, വ്യക്തമായിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊജക്ട് തന്നെയാണ് കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ട്. ഈ പ്രൊജക്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നുള്ളതും, എന്താണ് ഡീസെൻട്രലൈസ് സിസ്റ്റം എന്നുള്ളതും, എന്താണ് സ്മാർട്ട് കോൺട്രാക്ട് എന്നുള്ളതും, എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് പഠിക്കണം. അത് നിങ്ങൾക്ക് ഒരു വിരൽത്തുമ്പിൽ ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ ഒരു വെബ് 3നെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇപ്പോൾ പ്രവർത്തിക്കുന്ന കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ടും വെബ് 3 എന്ന് പറയുന്ന ടെക്നോളജിയിലാണ് പ്രവർത്തിക്കുന്നത്. ഈ വെബ് 3 ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട്
നമ്മൾക്ക് അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒരു അവയർനെസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു പ്രൊജക്ട് Coin4z എന്ന് പറഞ്ഞ പ്രൊജക്ട് റൺ ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലാണ് റൺ ചെയ്യുന്നത്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ ലെഡ്ജറിംഗ് ആണ്. ആക്ച്വലി നമ്മൾക്ക് ഒരു ലെഡ്ജർ എന്ന് പറഞ്ഞൊക്കെ നമുക്ക് അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരായ വ്യക്തികൾക്ക് അറിയുന്ന ഒരു കാര്യം എന്താണ്, നമ്മളൊരു വില്ലേജ് ഓഫീസിൽ ഒരു അപേക്ഷ ഒരു ആവശ്യത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു അപേക്ഷ പൂരിപ്പിച്ച് കൊടുക്കേണ്ടി വരും. ആ അപേക്ഷ അവിടെ അവരെന്ത് ചെയ്യുന്ന റെക്കോർഡിക്കലി സൂക്ഷിക്കുന്നുണ്ടാവും. അതൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ടാണ് അവിടെ റെക്കോർഡിക്കലി സൂക്ഷിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പേപ്പറിലാണ് എഴുതി കൊടുക്കുന്നത്, എല്ലാം ഓൺലൈൻ സിസ്റ്റത്തിലേക്കായി. എല്ലാം ഓൺലൈൻ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിലൂടെയാണ് നമ്മൾക്ക് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, അല്ലെ? അപ്പോ അക്ഷയ കേന്ദ്രത്തിലൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് എവിടെ സേവ് ആവുന്നുണ്ട്? വില്ലേജ് ഓഫീസിന്റെ സെർവറുകളിലേക്ക് അത് സേവ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇനി ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ എന്താണ്, ഒരു ഡിജിറ്റൽ ലെഡ്ജറാണ്. ഈ ലെഡ്ജറിൽ എന്തായിരിക്കും ഉണ്ടാവും? മൾട്ടിപ്പിൾ സെർവേഴ്സിൽ, മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിൽ ഒരു ഡാറ്റാ ബേസ്, ഒരു ഹാഷ് റെക്കോർഡിലാണ് അത് സേവ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു സെർവറിന് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മുടെ ഡാറ്റാ ബേസ് ഒരിക്കലും നഷ്ടപ്പെടില്ല. നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത്, ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നവരുടെ അസറ്റ് എന്ന് പറയുന്നത് ഡാറ്റയാണ്. ഈ ഡാറ്റ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ബ്ലോക്ക് ചെയിൻ എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് ഡീസെൻട്രലൈസ്ഡ്, സെക്യൂർ, ട്രാൻസ്പെറന്റ് ഡിജിറ്റൽ ലെഡ്ജർ ആണ്. ഡീസെൻട്രലൈസ് എന്ന് വെച്ചാൽ ഒരു വ്യക്തിയും കൺട്രോൾ ചെയ്യാത്ത രീതിയിൽ, സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു സിസ്റ്റം അവിടെ പ്രവർത്തിക്കുന്നത് എങ്കിൽ അവിടെ 100% എന്താണ്, ഒരു മാനിപ്പുലേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ അത് സെക്യൂർ ആണ്. അത് ആർക്ക് കാണാൻ വേണ്ടി പറ്റും? അതിലൊക്കെ പ്രവർത്തിക്കുന്ന ആരൊക്കെയാണ് അവർക്ക് പരസ്പരം കാണാനും മനസ്സിലാക്കാനൊക്കെ സാധിക്കും. പക്ഷെ അവിടെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ വസ്തുതാപരമായി പറയുകയാണെങ്കിൽ. സോ ഇതിന് മുന്നേ ഉള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ടെക്നോളജി, ഒരു സെൻട്രൽ സെർവറുകളാണ് ഉണ്ടാവുക, ഒരു ഓർഗനൈസേഷൻ ആണ് അവിടെ കൺട്രോൾ ചെയ്യുക. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക്, അത് നമ്മുടെ വാട്സപ്പ്, ഈ വാട്സപ്പിലൊക്കെ നമ്മൾ ഡാറ്റ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സുക്കർബർഗിന്റെ സെർവറിൽ ഇരുന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡാറ്റ ഒക്കെ സെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ നസ്രി മാഡത്തിന് ഞാൻ എന്റെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആക്ച്വലി സുക്കർബർഗിന്റെ സെർവറിൽ കണക്ട് ചെയ്തിട്ടാണ് നസ്രി മാഡത്തിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മൊബൈലിലൂടെ അത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇതിന് മുന്നേ ഉണ്ടായിരിക്കുന്ന ആ ഒരു സെർവർ സിസ്റ്റത്തിൽ നിന്ന് മാറി ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലേക്ക് ലോകം മൊത്തം മാറുകയാണ്, നമ്മുടെ ഗവൺമെന്റ് മൊത്തം മാറുകയാണ്. അപ്പോ ഇപ്പൊ നമുക്ക് തമിഴ്നാട് സർക്കാരിന്റെ അവസ്ഥകളൊക്കെ നമുക്കറിയാം. ഫിറോദാബാദ് പോലീസ് സ്റ്റേഷനെ കുറിച്ച് അറിയാം. അവിടുത്തെ FIR പോലും രജിസ്റ്റർ ചെയ്യുന്നത് ഈ ബ്ലോക്ക് ചെയിൻ എന്ന ടെക്നോളജിയിലേക്കാണ്. അതേ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അല്ലെങ്കിൽ അതിനേക്കാൾ സെക്യൂർ ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാണ് Coin4z എന്ന് പറഞ്ഞ പ്രൊജക്ടും റൺ ചെയ്യുന്നത്. കൂടാതെ നമ്മൾക്ക് ഇവിടെ അൺലിമിറ്റഡ് ആയിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വരുമാനം എന്ന് പറയുന്ന എലമെന്റ് എന്ന് പറയുന്നത് ക്യാഷ് അല്ല, ഇന്ത്യൻ മണി അല്ല, നമ്മുടെ നാടിന്റെ ഉപയോഗിക്കുന്ന പേപ്പർ കറൻസി അല്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡിജിറ്റൽ കറൻസികളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇന്ന് ഡിജിറ്റൽ കറൻസികളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ക്രിപ്റ്റോ കറൻസിയാണ് വേൾഡിലെ ഡിജിറ്റൽ കറൻസി അല്ലെങ്കിൽ വെർച്വൽ കറൻസി എന്ന് പറയുന്നത്. ഇത് റൺ ചെയ്യുന്നത് ക്രിപ്റ്റോഗ്രാഫിയിലാണ് ഇത് റൺ ചെയ്യുന്നത്. ഈ ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുന്നത് എവിടെയാണ് സെൻട്രൽ ലൊക്കേഷൻ ചെയ്യുന്നത്? ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലാണ് ലൊക്കേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പേഴ്സൺ ടു പേഴ്സൺ അല്ലെങ്കിൽ പിയർ ടു പിയർ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു വ്യക്തിയും അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിപ്പെൻഡ് ചെയ്യാത്ത രീതിയിലാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളതാണ്. സോ വേൾഡിൽ തന്നെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കറൻസിയാണ് ബിറ്റ്കോയിൻ. ഈ ബിറ്റ്കോയിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഇന്ന് ബിറ്റ്കോയിന്റെ വാല്യൂ എന്താണെന്നുള്ളതും ഇതിനു മുന്നേ ബിറ്റ്കോയിൻ ഏത് രീതിയിലാണ് പോയത് എന്നുള്ളത് കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. വേൾഡിലെ ടോപ്പസ്റ്റ് സെക്കൻഡ് റാങ്കിൽ ഇരിക്കുന്ന കറൻസിയാണ് ഇത്തേറിയം എന്ന് പറയുന്ന കറൻസി. ഈ ഇത്തേറിയം കറൻസി യൂസ് ചെയ്തുകൊണ്ട് എംപവർ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഫോർസൈറ്റ് എന്ന് പറയുന്ന പ്രൊജക്റ്റിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ് മെറ്റാഫോഴ്സ് എന്ന് പറയുന്ന പ്രൊജക്റ്റും എംപവർ ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് അസറ്റുകൾ ഏൺ ചെയ്ത, ഒരുപാട് കമ്മ്യൂണിറ്റികൾ ക്രിയേറ്റ് ചെയ്ത, ഒരുപാട് ഫിനാൻഷ്യലി വെൽത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്മ്യൂണിറ്റികൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിരിക്കുന്ന വേൾഡിലെ ടോപ്പസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് ഇത് എംപവർ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ. സോ നമുക്കൊക്കെ അറിയാം മാറ്റിക് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന പോളിഗൺ എന്ന് പറയുന്ന കോയിനോ മാർക്കറ്റിൽ ഉള്ളതാണ്. സോ പ്രധാനമായിട്ടും നമ്മൾ ക്രിപ്റ്റോ കറൻസി ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന 3 മേഖലകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് ക്രിപ്റ്റോ മൈനിങ് ആണ്, 2 ക്രിപ്റ്റോ ട്രേഡിംഗ് ആണ്, 3 സ്മാർട്ട് കോൺട്രാക്റ്റുകളാണ്. ഇന്ന് നിങ്ങൾ മാക്സിമം ഏൺ ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസികൾ നിങ്ങൾ സ്മാർട്ട് കോൺട്രാക്റ്റുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾ വരുമാനം നേടുന്നത് എന്നുള്ളതാണ്. ക്രിപ്റ്റോ ട്രേഡിംഗ് എന്ന് പറയുന്നത് വാങ്ങലിടപാടുകളാണ്. ഒരാൾ വിൽക്കുക, വേറൊരാൾ വാങ്ങുക. അപ്പോഴും അവിടെ സംഭവിക്കുന്ന എന്താണ്?
ഒരു ഡിജിറ്റൽ എലമെന്റ് പരസ്പരം ട്രാൻസാക്ഷൻ നടക്കുകയും അവിടെ ഒരുപാട് കമ്മ്യൂണിറ്റികൾ എന്ത് ചെയ്യുന്നു ആ ട്രേഡിങ്ങിലൂടെ ആഡ് ഓൺ ആയി വരികയാണ് ചെയ്യുന്നത്. ക്രിപ്റ്റോ മൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി മൈൻ ചെയ്തെടുക്കും, ഖനനം ചെയ്തെടുക്കുന്ന കറൻസികൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അങ്ങനെയുള്ള പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടും ക്രിപ്റ്റോ മൈൻ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടും ക്രിപ്റ്റോ കറൻസികൾ ഉണ്ടാക്കിക്കൊണ്ട് മാർക്കറ്റ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രൊജക്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്തിനാണ് ക്രിപ്റ്റോ കറൻസി ഏൺ ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. കാരണം ക്രിപ്റ്റോ കറൻസികൾ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് വ്യക്തമായ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവുകയും വ്യക്തമായ ഒരു പ്രൊജക്റ്റും ഇല്ലാതെ ഒരു കറൻസിയും മാർക്കറ്റിലേക്ക് നിലനിൽക്കില്ല അല്ലെങ്കിൽ നിലനിന്ന് പോവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സുപ്രഭാതത്തിൽ ക്രിപ്റ്റോ കറൻസി ലിസ്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിലേക്ക് എത്തിച്ചുകൊണ്ട് ആ ക്രിപ്റ്റോ കറൻസി പേരിൽ ഒരു പ്രൊജക്റ്റും ഇല്ലാതെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മൈൻ ചെയ്തെടുത്തുകൊണ്ട് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ പറ്റും. പക്ഷെ ആ ഒരു കറൻസിയുടെ മൂല്യം വർദ്ധിപ്പിക്കണമെങ്കിൽ വ്യക്തമായും ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യുവാനും സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുവാനും ഇല്ലെങ്കിൽ, അങ്ങനെ ഒരു പ്രൊജക്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കറൻസി മാർക്കറ്റിലേക്ക് നിലനിൽക്കില്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോയിൻ ഫോർജ് എന്ന് പറയുന്നത് വ്യക്തമായ ഒരു കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, വ്യക്തമായ പ്രൊജക്റ്റുകൾ എന്തെന്നുണ്ട് ഇതിലൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നമ്മൾ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പീരീഡിലാണുള്ളത്. ഇതിനൊരു മൊമെന്റം പീരീഡും ഒരു ഗ്രോത്ത് പീരീഡും വരാനിരിക്കുന്നുണ്ട്. സോ നമ്മൾ സ്റ്റാർട്ടിംഗ് പീരീഡിൽ നമ്മൾക്ക് ഒരുപാട് ഏർണിങ്സ് ക്രിയേറ്റ് ചെയ്യാനും ഫിനാൻഷ്യൽ ഫ്രീഡം ക്രിയേറ്റ് ചെയ്യുവാനും ത്രൂ സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ നമ്മൾക്ക് ഒരുപാട് ഏർണിങ്സ് വരുമാനങ്ങൾ നേടുവാനും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഒരു എക്കോ സിസ്റ്റം, ഒരു ബ്ലോക്ക് ചെയിൻ പവേർഡ് എക്കോ സിസ്റ്റം ആണ് ഏത് കോയിൻ ഫോർജ് എന്ന് പറയുന്നത്. ഇതിന്റെ വിഷനം എന്ന് പറയുന്നത് 100 കോടി ക്രിപ്റ്റോ കറൻസികൾ മാർക്കറ്റ് ചെയ്യുവാനും ആ ക്രിപ്റ്റോ കറൻസി ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യാനും ഈ കമ്മ്യൂണിറ്റിയും ആ ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്തുകൊണ്ട് പബ്ലിക്ലി നമ്മൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പോളിഗോൺ പോലെയുള്ള ബ്ലോക്ക് ചെയിനുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് പ്രൊജക്ടുകൾ ബാക്കെൻഡുകളിൽ കൊണ്ടുവരുവാനും ആ പ്രൊജക്റ്റിലൂടെ ഒരുപാട് ഏർണിങ്സുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഫിനാൻഷ്യലി ഒരു കമ്മ്യൂണിറ്റിനെ വലിയൊരു ട്രസ്റ്റഡ് കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ കോയിൻ ഫോർജ് എന്ന് പറഞ്ഞ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ നിൽക്കുന്ന ഒരു ബിസിനസ് ആകുമ്പോൾ ഇതിന്റെ കൂടെ നിൽക്കുന്നവർക്കും ഗുണങ്ങളുണ്ടാവും, ഇതിന്റെ ക്രിയേറ്റർക്കും അതിന്റെ ഗുണം ഉണ്ടാവും. ഈ ക്രിയേറ്റർക്ക് എന്താണ് ഗുണം ഉണ്ടാവുക, നാളെ ഈ കറൻസി മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ കറൻസി യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് പ്രൊജക്ടുകൾ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അവിടെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ആവുകയും ഒരുപാട് വാങ്ങൽ ഇടപാടുകൾ നടക്കുകയും അതിലൂടെ ഒരുപാട് വരുമാനങ്ങൾ നേടുന്ന കമ്മ്യൂണിറ്റി ആയി മാറുകയും ഇതിന്റെ കറൻസി ഇന്ന് നമ്മുടെ ബിറ്റ്കോയിൻ എന്ന് പറയുന്ന കറൻസിന്റെ വാല്യൂ എത്തുന്നത് പോലെ വലിയൊരു രീതിയിലേക്ക് പോകുന്ന ഒരു കറൻസിയായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. വേൾഡിലെ തന്നെ പോപ്പുലർ ബ്ലോക്ക് ചെയിൻ ആയിട്ടുള്ള പോളിഗൺ ബ്ലോക്ക് ചെയിനാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കറൻസി റൺ ചെയ്യുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ട് റൺ ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം ഇൻസ്റ്റന്റ് പേ ഔട്ട് എന്ന് പറയുന്നത് USDT ആണ്. എന്താണ് USDT എന്ന് പോലും അറിയാത്ത ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സ്പോൺസർ ചെയ്ത ആളാരാണോ അവരോട് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. സോ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ രാജേഷ് സാറിന്റെ പോക്കറ്റിൽ ഒരു 500 രൂപ ഉണ്ടെങ്കിൽ ആ 500 രൂപ ഫിസിക്കൽ മണിയാണ്. ഈ ഫിസിക്കൽ മണി ഡിജിറ്റൽ എൻവയോൺമെന്റിൽ യൂസ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ആ ഫിസിക്കൽ മണി ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് US ഡോളറിന് ഇക്വലന്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക നമ്മുടെ കയ്യിലുള്ള പേപ്പർ കറൻസി ക്രിപ്റ്റോ കറൻസി ആയി മാറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി ഇന്ന് നമ്മൾക്ക് ക്യാഷ് ക്രിപ്റ്റോ കറൻസി ആക്കി മാറ്റാൻ വേണ്ടി പല ഓപ്ഷൻസുകളുണ്ട്, എക്സ്ചേഞ്ചുകളുണ്ട്, ATM മെഷീനുകളുണ്ട്. ദുബായ് പോലുള്ള നാട്ടിൽ എന്തുണ്ട് ATM മെഷീനുകൾ വരെ ഉണ്ട് എന്നുള്ളതാണ്. സോ നമ്മൾക്ക് ഇന്ന് നമ്മുടെ പോക്കറ്റിൽ 500 രൂപ ഒരു സെക്കൻഡുകൾ കൊണ്ട് USDT എന്ന് പറയുന്ന കറൻസികളാക്കി മാറ്റാൻ വേണ്ടി പറ്റും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. സോ ഈ ഒരു പ്രൊജക്ട് കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ട് സ്മാർട്ട് കോൺട്രാക്ട് പ്രൊജക്ട് ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു സ്മാർട്ട് കോൺട്രാക്ട് ഒരു ഡിജിറ്റൽ കോൺട്രാക്റ്റുകളാണ്. ഫിസിക്കൽ കോൺട്രാക്ട് എന്ന് പറയുന്നത് നമ്മൾക്കൊക്കെ അറിയാം. സോ ഡിജിറ്റൽ എൻവയോൺമെന്റിൽ പ്രവർത്തിക്കുന്ന കോൺട്രാക്റ്റുകൾ ആയതുകൊണ്ട് അവിടെ ഓൾറെഡി ഒരു പ്രീ ലോഞ്ച്ഡ് ആയിട്ട് ഒരു കോൺട്രാക്ട് ഒരു എഗ്രിമെന്റ് എഴുതി വെച്ചിട്ടുണ്ടാവും. ആ എഗ്രിമെന്റ് എഴുതിയത് എന്താണോ ആ ഡിജിറ്റൽ കോൺട്രാക്ട് എവിടെ സേവ് ചെയ്യും, ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞ ടെക്നോളജിയിൽ സേവ് ചെയ്യും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെഡ്ജറിന് ഒരു കാരണവശാലും മാറ്റാനോ മാറ്റിത്തിരിക്കാനോ കറക്കിക്കളയാനോ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബ്ലോക്ക് ചെയിൻ ഒരു തവണ അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ 100% ലൈഫ് ടൈം ഇന്റർനെറ്റും ഇലക്ട്രിസിറ്റിയും ഉള്ളിടത്തോളം കാലം ആ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ റൺ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നമ്മുടെ കോയിൻ ഫോർജ് എന്ന പ്രൊജക്റ്റും പോളിഗൺ എന്ന് പറഞ്ഞ ബ്ലോക്ക് ചെയിനിലാണ് റൺ ചെയ്യുന്നത്. ഈ ഒരു പ്രൊജക്ട് വേൾഡിൽ എവിടെ നിന്നുകൊണ്ടും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇത് ഗ്ലോബൽ ആക്സബിലിറ്റി ഉണ്ട് എന്ന് പറയുന്നത് കാരണം.
സോ ഇത് 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടും ഇൻസ്റ്റന്റ് പേ ഔട്ട് ആയിട്ടുമാണ് എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത്. കാരണം ഇവിടെ ഒരു വ്യക്തിന്റെ പോക്കറ്റിലുള്ളതെല്ലാം നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് പോകുന്നത്, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് നമ്മുടെ ഡിജിറ്റൽ വാലറ്റിലേക്കാണ് നമ്മൾ ഫണ്ടുകൾ ഇടുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഏതിലൂടെ സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ വരുമാനം നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രീ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിനേഷനോട് കൂടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കോയിൻ ഫോർജിലൂടെ അൺലിമിറ്റഡ് ഏർണിംഗ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇൻസ്റ്റന്റ് പേ ഔട്ട് ആയിട്ട് USDT എന്ന് പറയുന്ന ഡോളർ നിങ്ങൾക്ക് അവിടെ വരുമാനം കിട്ടും. കൂടാതെ ബാക്കിൽ ഒരുപാട് വരുമാനങ്ങളുണ്ട്. അത് നെക്സ്റ്റ് സ്ലൈഡ് നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ പാസീവ് ഇൻകം ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ നിങ്ങൾക്ക് ഇതിലൂടെ വരുമാനം കിട്ടുന്ന ഒരു മെത്തേഡാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിലൂടെ വരുമാനം നേടാൻ വേണ്ടി പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സെക്യൂർ ആൻഡ് ട്രാൻസ്പെറന്റ് ആണ്. ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. സെക്യൂർ ആണ്, ഇതൊരിക്കലും മാനിപ്പുലേഷൻ ചെയ്യാൻ കഴിയില്ല. കാരണം വെച്ചാൽ ഇതൊരു ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ട്രാൻസാക്ഷൻ കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നമ്മുടെ ബാങ്കിൽ നടക്കുന്ന എന്ത് കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാണാൻ വേണ്ടി പറ്റില്ല. അവിടെ ഒരു സെൻട്രൽ അതോറിറ്റിയാണ് കൺട്രോൾ ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മുടെ പണം നമ്മളൊരു വിശ്വസിച്ചുകൊണ്ട് ഒരു ബാങ്കിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാങ്ക് റോബറി ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പണം നമുക്ക് തിരിച്ചു കിട്ടുന്നതിന് വളരെ കുറഞ്ഞ വാല്യൂലാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നുള്ള കാര്യം ഒന്നും കൂടി എന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക. സോ ഇവിടെ നമുക്ക് തന്നെ കൺട്രോൾ ഉള്ള ഒരു മേഖലയാണ് കോയിൻ ഫോർജ് എന്ന് പറഞ്ഞ മേഖല. ഇവിടെ നിങ്ങളെ പണം നിങ്ങൾക്ക് ഏത് സമയത്തും എന്ത് ചെയ്യാൻ വേണ്ടി വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ സ്മാർട്ട് കോൺട്രാക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തത് അതൊരു പ്രീ ഡിറ്റർമിനേഷനോട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കോൺട്രാക്ട് എത്രയാണോ അതിന്റെ എഗ്രിമെന്റ്, അത്രത്തോളം കാലം എന്ത് ചെയ്യുന്നത് റൺ ചെയ്യും എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. സോ ഇതില് റോയൽറ്റി ഇൻകം കൂടി എന്തുണ്ട് ഈ ഒരു ബിസിനസ്സിലുണ്ട്. നിങ്ങൾ ഇതിനെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന കസ്റ്റമർ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത വ്യക്തിയായി കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിലൂടെ അൺലിമിറ്റഡ് ആയിട്ട് ലോയൽ കസ്റ്റമർക്ക് കിട്ടുന്ന ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട്. അതിന് ഒരു പ്രീ ക്രൈറ്റീരിയ ഉണ്ട് എന്നും കൂടി എന്ത് ചെയ്യാം നമ്മൾ മനസ്സിലാക്കാം. സോ ഈ പ്രൊജക്ടിന് ഏതൊരു ബിസിനസ്സിനും ഒരു റോഡ് മാപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വേ ഉണ്ടാവും അല്ലെ. കോയിൻ ഫോർജിന് ഒന്നുണ്ട്, ഒരു വേ ഉണ്ട്. ആ വേ എന്ന് പറയുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കിക്ക് ഓഫ് ഫോർജർ റൈസ് എന്ന് പറയുന്ന പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തു. വേൾഡിലെ തന്നെ ഫസ്റ്റ് സ്മാർട്ട് കോൺട്രാക്ട് പ്രൊജക്ട് അല്ലെങ്കിൽ റഫർ ലേണിംഗ് പ്രൊജക്ട് ആണ് ഏത് കൊണ്ടുവന്നിരിക്കുന്നത്, ഈ റോഡ് മാപ്പ്. ഒരു കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ നിലനിൽക്കണമെങ്കിൽ അതിന് വ്യക്തമായ ഒരു കമ്മ്യൂണിറ്റി വേണം. ആ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു പ്രൊജക്ട് ആണ്, ഒരു ഡിജിറ്റൽ പ്രൊജക്ട് ആണ് കോയിൻ ഫോർജിന്റെ ഫോർജർ റൈസ് എന്ന് പറയുന്ന പ്രൊജക്ട്. ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തന്നെ മാർച്ച് 2025 15-ാം തീയതിയാണ് ഇതിന്റെ ആദ്യത്തെ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് ടോട്ടലി 9 സ്മാർട്ട് കോൺട്രാക്റ്റുകളായിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ നിങ്ങൾക്ക് വരുമാനം നേടാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോ ഈ ഒരു ലോഞ്ചിങ് പീരീഡിൽ 1 മുതൽ 6 ലെവൽ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഫ്രാഞ്ചൈസികൾ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ലെവലുകൾ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് വരുമാനം നേടാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇതിന്റെ നെക്സ്റ്റ് ലെവല് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് വരുമാനം നേടാൻ പറ്റുന്നത് 7, 8, 9 സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ഇതിന്റെ ബാക്കെൻഡിൽ വരാനുണ്ട്. Q3 എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് വരുന്നത്. Q3 എന്ന് പറയുന്നത് ടോട്ടലി നമ്മളൊരു വർഷം എന്ന് പറയുന്നത് 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് Q1 എന്ന് പറയുന്നത് 3 മാസത്തിന്റെ ഡിറ്റർമിനേഷനോട് കൂടിയാണ്. ദെൻ Q2 എന്ന് പറയുന്നത് നെക്സ്റ്റ് 3 മാസം, Q3 എന്ന് പറയുന്നത് അടുത്തൊരു 3 മാസം. ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ അടുത്ത Q3 എന്ന് പറയുന്ന കാലഘട്ടത്തോടു കൂടി എന്ത് വരും, നമ്മുടെ ഈ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ അപ്ഡേറ്റഡ് ആയിട്ട് വരും എന്നുള്ളതാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൈനിങ് എന്ന് പറയുന്ന പ്രൊജക്റ്റും ഇതിന്റെ ബാക്കെൻഡിലുണ്ട്. സോ ഇതിനെ കുറിച്ചൊക്കെ ഞാൻ ഒരു സെക്ഷൻ വ്യക്തമായിട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നിന്നവർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. സോ കൂടാതെ നമ്മൾക്ക് ഇതിലൂടെ കിട്ടുന്ന ഫ്രീ ടോക്കണുകൾ ഉണ്ട്. ആ ടോക്കൺ നമ്മൾക്ക് ഇതിന്റെ ക്രിപ്റ്റോ കറൻസി ആക്കി മാറ്റാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊജക്റ്റും ഇതിന്റെ ബാക്കെൻഡിൽ വരാനുണ്ട്. അത് Q4 എന്ന് പറഞ്ഞ സമയത്താണ് എന്ത് ചെയ്യുന്നത് മാർക്കറ്റിലേക്ക് വരുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. ദെൻ അടുത്തത് പറയുകയാണെങ്കിൽ കോയിൻ ലിസ്റ്റിംഗ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ക്രിപ്റ്റോ ടോക്കണുകൾ ക്രിപ്റ്റോ കറൻസിയായി മാറിക്കഴിഞ്ഞാൽ അത് ലിസ്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് Q4 ആണ്. 2025 Q4 എന്ന് പറയുന്നത് ഡിസംബർ മാസത്തോടു കൂടിയാണ്. അപ്പൊ ആ ഒരു സമയത്തോടുകൂടി എന്ത് ചെയ്യും, നമ്മുടെ ഇതിലൂടെ കിട്ടുന്ന ഏർണിങ്സ് ക്രിപ്റ്റോ കറൻസികൾ എന്ത് ചെയ്യും, നമ്മൾക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാനും വാങ്ങാനും പറ്റുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ട്. കൂടാതെ ഇതിന്റെ ഓൾറെഡി പറഞ്ഞതുപോലെ റോയൽറ്റി എന്ന് പറയുന്ന ഒരു ഇൻകം ബാക്കെൻഡിലുണ്ട്. ആ റോയൽറ്റി ഒരു ഡിജിറ്റൽ രൂപത്തിലാണ് നിങ്ങൾക്ക് കിട്ടുക. ആ റോയൽറ്റി ഡിജിറ്റൽ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് വിൽക്കാനും വാങ്ങാനും ഉള്ള ഒരു ഓപ്ഷനാണ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. 2026 Q1 അത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഗെയിമിംഗ് പ്രോഗ്രാമുകളും ഒരുപാട് വരുമാനങ്ങളും നേടാൻ വേണ്ടി പറ്റുന്നതുമായിട്ടുള്ള ഒരു ഓൺ ബ്ലോക്ക് ചെയിനുകൾ, പബ്ലിക് ബ്ലോക്ക് ചെയിനുകളും
ഒരുപാട് പ്രോഗ്രാമുകൾ ബാക്കെൻഡിൽ വരാനുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് സ്വന്തമായി ഓണർഷിപ്പോട് കൂടി പ്ലേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്രോഗ്രാമുകളും ഒന്നുണ്ട് ഇതിന്റെ ബാക്കെൻഡിൽ വരാനുണ്ട് എന്നതാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒരു ജസ്റ്റ് ഒരു അവയർനെസ് ആണ്, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെയാണ്. ഇനി നിങ്ങൾ കോയിൻ4ജ് നിന്ന് കഴിഞ്ഞാൽ, കോയിൻ4ജ് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. സോ ഇതിന്റെ ആദ്യത്തെ പ്രൊജക്റ്റ് ആണ് ഫോർജ് റൈസ് എന്ന് പറയുന്ന പ്രോഗ്രാം. ഈ ഫോർജ് റൈസിലൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഫോർജ് റൈസിന്റെ പ്രത്യേകത ഫസ്റ്റ് റഫറൽ പ്രോഗ്രാം ഓഫ് കോയിൻ4ജ് ആണ്. കോയിൻ4ജിലേക്ക് എൻ്റർ ആവാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ ഒരു ഡിജിറ്റൽ കോൺട്രാക്ട് പ്രോഗ്രാമാണ് ഇത് ഫോർജ് റൈസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിനെ രണ്ട് മെത്തേഡിലാണ് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിന്റെ മെട്രിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ അൽഗോരിതത്തിലാണല്ലോ ക്രിയേറ്റ് ചെയ്യുക. ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ രണ്ട് മെത്തേഡിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനറിയപ്പെടുന്നത് ഒന്ന് 5 ജനറേഷൻ സ്മാർട്ട് കോൺട്രാക്റ്റും രണ്ടാമത് ഗ്ലോബൽ ഷെയർ സ്മാർട്ട് കോൺട്രാക്റ്റുമാണ്. ഈ 5 ജനറേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ടോട്ടലി 50 സ്മാർട്ട് കോൺട്രാക്റ്റുകളാണ് ഉള്ളത്. ഇതിൽ 6 സ്മാർട്ട് കോൺട്രാക്റ്റുകൾ 5 ജനറേഷൻ മെത്തേഡിലും റൺ ചെയ്യുന്നു. ദെൻ 3 സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ഗ്ലോബൽ ഷെയർ സ്മാർട്ട് കോൺട്രാക്റ്റുകളായിട്ടാണ് റൺ ചെയ്യുന്നത്. ഇവിടെ ഈ 2 സ്മാർട്ട് കോൺട്രാക്റ്റുകളും നിങ്ങൾക്ക് ആക്സസ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഇൻകങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. 5 ജനറേഷൻ സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് അൺലിമിറ്റഡ് ആയിട്ട് 40% അൺലിമിറ്റഡ് റഫറൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഏർണിങ്സ് എടുക്കാൻ വേണ്ടി പറ്റും. കൂടാതെ ലെവൽ ഇൻകം എന്ന് പറയുന്ന ഒരു ഇൻകം അതിന്റെ ബാക്കെൻഡിലുണ്ട്. ആ ഇൻകം നിങ്ങൾക്ക് 8% 5 പാർട്ട്നേഴ്സിൽ നിന്ന് 5 ലെവലിലൂടെ ഏകദേശം 3905 നെറ്റ്വർക്കിലൂടെ അല്ലെങ്കിൽ 3905 പേഴ്സൺസിലൂടെ നിങ്ങൾക്ക് 8% വരുമാനം നേടാൻ വേണ്ടി പറ്റുന്ന ഒരു വണ്ടർഫുൾ പ്രോജക്റ്റ് ആണ്, ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആണ് 5 ജനറേഷൻ സ്മാർട്ട് കോൺട്രാക്ട്. കൂടാതെ ഇതിന്റെ ബാക്കി വരുന്ന 20% എന്ന് പറയുന്നത് ടോട്ടലി 40% 5 ലെവലിലൂടെയും 40% ഡയറക്റ്റ് റഫറൽ ഇൻകവും പോയി കഴിഞ്ഞാൽ ബാക്കി 20% റോയൽറ്റി അതേപോലെ പ്രൊഡക്റ്റ് ഫണ്ടിലേക്കാണ് മാറ്റി വെക്കുന്നത് എങ്കിലും ആ 20% നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ റോയൽറ്റി എന്ന് പറയുന്ന പ്രോഗ്രാമുകൾ ബാക്കെൻഡിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ റിട്ടേൺ കിട്ടുന്ന ഒരു മെത്തേഡിലാണ് ഈ സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ദെൻ അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഗ്ലോബൽ ഷെയർ ആണ്. ഗ്ലോബൽ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് 40% എന്ത് റഫറൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. കൂടാതെ ഗ്ലോബൽ ഷെയറിന്റെ ഒരു 40% ഒരു ഷെയർ നിങ്ങൾക്ക് എന്ത് കിട്ടും, അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും. അത് അൺകണ്ടീഷണൽ ആണ്, അൺലിമിറ്റഡ് ആണ്, ലൈഫ് ടൈം ആണ്. ഈ പ്രൊജക്റ്റിൽ എത്രത്തോളം കാലം ഈ പ്രൊജക്റ്റിൽ ആരൊക്കെ അസോസിയേറ്റഡ് ചെയ്യുന്നുണ്ടോ അതിന്റെ ഒക്കെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു ഷെയർ കിട്ടുന്ന 40% ഒരു ഷെയർ കിട്ടുന്ന ഒരു വ്യക്തിയായി മാറും എന്നുള്ളത് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. അതിന് യാതൊരു കണ്ടീഷനും ഇല്ല, അത് അൺലിമിറ്റഡ് ആണ്. കൂടാതെ ആ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നാളെ ഒരു സാലറി അല്ലെങ്കിൽ അതിനേക്കാൾ വേഗത്തിൽ കിട്ടുന്ന വരുമാനത്തിലേക്ക് എത്തുന്ന റോയൽറ്റി ഇൻകം കൂടി കിട്ടുന്ന വ്യക്തികളായി മാറാൻ വേണ്ടി പറ്റുന്ന സ്മാർട്ട് കോൺട്രാക്റ്റും കൂടി തന്നെയാണ്. സോ നെക്സ്റ്റ് നമ്മൾക്ക് ഇതിന്റെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ 2 സ്മാർട്ട് കോൺട്രാക്റ്റുകളുടെ വില എന്താണെന്നും അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതും നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിന് പഠിച്ചു വെക്കാത്ത ഒരു വ്യക്തികൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകാൻ പാടില്ല. ഏതൊരു ഉറങ്ങുന്ന സമയത്ത് ഒരു ഉറക്കപ്പായിൽ നിന്ന് എണീപ്പിക്കുന്ന സമയത്ത് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തികളായി നമ്മൾ എന്ത് ചെയ്യണം, മാറണം എന്നുള്ളതാണ്. സോ ഫോർജ് റൈസ് എന്ന് പറയുന്ന പ്രോഗ്രാം ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഫസ്റ്റ് റഫറൽ ഏർണിംഗ് പ്രോഗ്രാം ആണ്. ഇതിന് ടോട്ടലി 9 സ്മാർട്ട് കോൺട്രാക്റ്റുകളായി ഡിഫറെന്റ് ട്രീകളായി മാറ്റിക്കൊണ്ടാണ് ഈ ഒരു പ്രൊജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് അസോസിയേറ്റഡ് ചെയ്യണമെങ്കിൽ മിനിമം $50 ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ 4500 രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. ആ സമയത്ത് സഹദേവൻ സാറ് ഒരു $50 ഇൻവെസ്റ്റ് ചെയ്ത് ഈ ഒരു ബിസിനസ്സിലേക്ക് അസോസിയേറ്റഡ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്പോൺസർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ലിങ്കോ അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ടിന്റെ ലിങ്കോ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് മാറാൻ വേണ്ടി പറ്റും. അതിന് യാതൊരു എക്സ്പെൻസും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ഏർണിങ്സ് കിട്ടുന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഭാഗമാകണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു $50 ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം നേടാം. നിങ്ങൾ $50 ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വരുമാനം നേടണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തിന്റെ വരുമാനം കിട്ടും, ഈ $50 40% പ്ലസ് 8% 5 ലെവലിൽ നിന്നും കൂടി നിങ്ങൾക്ക് വരുമാനം കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിങ്ങളൊരു 4500 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് സഹദേവൻ സാർ വന്നതെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് $50 40% എന്ന് പറയുന്നത് $20 ആണ്.
കൂടാതെ അദ്ദേഹത്തിന് 5 ലെവലിലൂടെ വരുമാനം കിട്ടുന്ന ഒരു കമ്മ്യൂണിറ്റി ഇൻകം കൂടി ഏതിന്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ 5 ജനറേഷൻ ഇൻകം കൂടി ഏതിന്റെ കൂടെ ഉണ്ട്, ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് 8% കിട്ടിക്കഴിഞ്ഞാൽ $4 നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങളൊരു $50 ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത വ്യക്തികൾക്ക് കിട്ടുന്നത് $24 ആണ്. ആ സമയത്ത് 27,000 രൂപ അല്ലെങ്കിൽ ഒരു $100 അല്ലെങ്കിൽ ഒരു $150, ടോട്ടൽ ഒരു $300 ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് $132 ആണ്. ഈ $50 ഇട്ട വ്യക്തിയുടെ അതേ എഫേർട്ട് തന്നെയാണ് ആർക്ക് വരുന്നത്, 3 ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ 3 സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിക്കും വരുന്ന എഫേർട്ട് എന്ന് പറയുന്നത്. ആ എഫേർട്ടിന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് എന്താണ്, 50ന്റെ 40% അല്ല, 300ന്റെ 40% ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ $120. കൂടാതെ ഇവിടെ 5 ജനറേഷൻ ഇൻകം എന്ന് പറയുന്ന 5 ലെവലിലൂടെ കമ്മ്യൂണിറ്റി ഇൻകം കിട്ടുന്നതിന്റെ ഭാഗമായി നിങ്ങൾക്ക് കിട്ടുന്നത് $12 ആണ്. അങ്ങനെ $132, ഏകദേശം ഒരു 27,000 രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് എന്താണ്, $132. പക്ഷെ നമ്മൾക്ക് ഏർണിങ്സ്, നമ്മുടെ പണം അപ്പാടെ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള വരുമാനത്തെ കുറിച്ചല്ല ഞാൻ നിങ്ങളുടെ ഇവിടെ പ്രൊമോഷൻ ചെയ്യുന്നത്. ഇതിന്റെ മുഖ്യമായ ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിന്റെ ക്രിപ്റ്റോ ടോക്കണാണ്. നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ക്രിപ്റ്റോ ടോക്കൺ സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെയാണ് ക്രിപ്റ്റോ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുക ഞാൻ ഓൾറെഡി പറഞ്ഞു. ആ ക്രിപ്റ്റോ കറൻസി നിങ്ങൾക്ക് ഏൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫോർജറൈസിന്റെ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് എത്രയാണോ, 50 ആണോ, 100 ആണോ, 150 ആണോ, അല്ലെങ്കിൽ 200, 250, $300 ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ ഒരു $1,050 ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി നിൽക്കുന്നത്. അല്ല, നിങ്ങൾ $300 ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് ഈ പ്രൊജക്ടിന്റെ ഭാഗമായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു $50 ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടാണ് ഈ പ്രൊജക്ടിന്റെ ഭാഗമായി നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് USDT ഡോളർ മാത്രമല്ല, നാളെ വലിയ രീതിയിലേക്ക് വരുമാനം ആയി മാറാൻ വേണ്ടി പോകുന്ന, അല്ലെങ്കിൽ വലിയ രീതിയിലേക്ക് അസറ്റിന്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന Coin4Zന്റെ ഓൺ ക്രിപ്റ്റോ കറൻസി കിട്ടുന്ന ക്രിപ്റ്റോ ടോക്കൺ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിലൂടെ കിട്ടും. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത തുകക്ക് $1,050 ആണെങ്കിൽ $1,050 തത്തുല്യമായിട്ടുള്ള ക്രിപ്റ്റോ ടോക്കൺ നിങ്ങൾക്ക് കിട്ടും. അത് ഓൺ ദി സ്പോട്ട് നിങ്ങൾ ഒരു $50 ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് നിങ്ങൾക്ക് അതിന്റെ വാല്യൂ, നിങ്ങളുടെ അസറ്റ്, നിങ്ങളുടെ വാല്യൂ എവിടത്തേക്ക് വരും, നിങ്ങളുടെ ഓൺ വാലറ്റിലേക്ക് അത് വരും എന്നുള്ളതാണ്. അപ്പൊ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതിന്റെ തുക ഓൺ ദി സ്പോട്ട് 0 വാല്യൂയിലാണ് നമ്മൾക്ക് ഇന്ന് കിട്ടുന്നതെങ്കിൽ അത് നാളെ മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 0.50 to $1 ഇന്ത്യൻ മണി ഒരു 45 അല്ലെങ്കിൽ 90 രൂപ ഒരു ഇൻവെസ്റ്റ് വാല്യൂ ആയി കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ എത്ര ക്രിപ്റ്റോ ടോക്കണുകൾ ഉണ്ടോ ആ ടോക്കണുകൾ നാളെ വലിയ രീതിയിലേക്ക് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു കറൻസി തന്നെയാണ് Coin4Zന്റെ കറൻസി. സോ ഇന്ന് നിങ്ങൾക്ക് ബിറ്റ്കോയിൻ വാങ്ങണം എന്ന് വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണ്. കാരണം 2008 ബിറ്റ്കോയിൻ എന്ന് പറയുന്ന കറൻസി സതോഷി നക്കാമോട്ടോ എന്ന് പറയുന്ന ആരാണെന്ന് പോലും അറിയാത്ത ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കറൻസി. ആ കറൻസിയുടെ വൈറ്റ് പേപ്പറുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അന്ന് അതിന്റെ വാല്യൂ 0 ആണ്. അവർക്ക് 1 വേൾഡ് 1 കറൻസി എന്നുള്ള ഒരു മോട്ടിവേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വ്യക്തമായ ഒരു കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യാനോ വ്യക്തമായ പ്രോഗ്രാമുകൾ ക്രിയേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശിച്ചത്. ഒരു കറൻസി എത്രയും പെട്ടെന്ന് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു എലമെന്റ് കണ്ടുപിടിക്കണം എന്നുള്ളത് അവരുടെ മുഖ്യമായ ഒരു ഘടകമാണ്. പക്ഷെ ആ കറൻസിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇന്ന് വേൾഡിലെ പോപ്പുലർ കറൻസിയുടെ ഏറ്റവും ടോപ്പസ്റ്റിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ 1 കോടി രൂപയുടെ മേലെ നിൽക്കുന്ന കറൻസിയായി മാറിയിട്ടുണ്ടെങ്കിൽ, വെറും 16 വർഷങ്ങൾ കൊണ്ട് ഇത്രത്തോളം വാല്യൂ എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾക്ക് ആ ബിറ്റ്കോയിൻ വാങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. കാരണം ഇന്ന് ബിറ്റ്കോയിൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത വ്യക്തിക്ക് ഒരിക്കലും വലിയ രീതിയിൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അത് നാളെ മാർക്കറ്റിൽ ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ അസറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ലിക്വിഡിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറും. സോ ആ ബിറ്റ്കോയിനോളം എത്തുന്ന, അല്ലെങ്കിൽ അതിന്റെ ഒരു 4-1 എത്തുന്ന, അല്ലെങ്കിൽ ഒരു $10 വാല്യൂയിലേക്ക് എത്തുന്ന ഒരു കറൻസി ഇന്ന് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്ന ആരാണോ ആ വ്യക്തിന്റെ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ക്രിപ്റ്റോ ഏർണിങ്സ് അല്ലെങ്കിൽ ക്രിപ്റ്റോ ടോക്കൺ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ നിങ്ങൾക്ക് ഇപ്പൊ മാക്സിമം ബൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് 1050 ക്രിപ്റ്റോ ടോക്കൺ ആണ്. ഇനി നിങ്ങൾക്ക് 1050നേക്കാൾ കൂടുതൽ ക്രിപ്റ്റോ ടോക്കൺ വേണമെങ്കിൽ എന്ത് ചെയ്യണം, അതാണ് എനിക്ക് പറയാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ അസോസിയേറ്റ് ചെയ്ത് ഒരു $1050 ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നിങ്ങൾ അസോസിയേറ്റ് ചെയ്തു. സോ ഇന്ത്യൻ മണി ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 94,595 രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക്
ഒരു ലൈഫ് സെറ്റ് ആവണം എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന തുക നാളെ നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതിന്റെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി നമ്മുടെ എംപവറിന്റെ ഒരു കമ്മ്യൂണിറ്റി ഇന്നുണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 1050 ക്രിപ്റ്റോ ടോക്കൺ കിട്ടി. ഈ ക്രിപ്റ്റോ ടോക്കണിന്റെ വാല്യൂ എത്ര എത്തും എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ ഫാമിലി സർക്കിളിലോ നിങ്ങൾക്ക് അറിയപ്പെടുന്ന അപരിചിതരായ ആൾക്കാരിലേക്കോ നിങ്ങൾ ഈ ഒരു പ്രൊജക്ട് ഒരു 5 ആളിലേക്ക് ഈ ഒരു പ്രൊജക്ട് നിങ്ങൾ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് $1050 25% ക്രിപ്റ്റോ ടോക്കൺ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുമെന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു $1050 ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് വന്നു കഴിഞ്ഞാലും ഒരു $50 ഡ്യൂപ്ലിക്കേഷൻ വന്ന് ചെയ്താലും നിങ്ങൾക്ക് വരുമാനം കിട്ടും, നിങ്ങൾക്ക് ക്രിപ്റ്റോ ടോക്കൺ കിട്ടും. ഞാനിവിടെ ഒരു എക്സാമ്പിൾ വെച്ച് പറയുന്ന സമയത്ത് അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. $1050 ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു വന്ന് നിങ്ങൾക്ക് ഒരു 1050 ക്രിപ്റ്റോ ടോക്കൺ കിട്ടി. ഇതൊരു 5 ആളിലേക്ക് നിങ്ങൾ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ 5 ആളിലൂടെയും 25%, എന്നാൽ പെർ നമ്പറിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എത്ര കിട്ടും? 256 അല്ലെങ്കിൽ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ 1050 ക്രിപ്റ്റോ കറൻസി നിങ്ങൾക്ക് കിട്ടും, എന്നാൽ ക്രിപ്റ്റോ ടോക്കൺ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി 1050 ക്രിപ്റ്റോ കറൻസികൾ അല്ലെങ്കിൽ 1050 ക്രിപ്റ്റോ കറൻസി കിട്ടുന്ന ടോക്കൺ മാത്രമേ ഇന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. സോ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ ക്രിപ്റ്റോ കറൻസി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങളെ ഫാമിലി ഫ്രണ്ട് സർക്കിളിലേക്ക് ഈ ഒരു പ്രൊജക്ടിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവരെ നിങ്ങളെ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25% കിട്ടും, അവർക്ക് 100% കിട്ടും എന്നുള്ളതാണ്. ഒരിക്കലും അദ്ദേഹത്തിന് കിട്ടുന്ന കോയിൻസിന്റെ ഒരു വാല്യൂ അല്ല നിങ്ങൾക്ക് എടുത്തു തരുന്നത്. പ്രീ ഡിറ്റർമിനേഷനോട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡിജിറ്റൽ കോൺട്രാക്റ്റിലൂടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു അസറ്റ് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുമെന്നുള്ളതാണ്. സോ ആ സമയത്ത് നിങ്ങൾക്ക് എത്ര കിട്ടും? ഒരു 5 ആൾക്കാരിലേക്ക് ഈ ഒരു ബിസിനസ് പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1050 ക്രിപ്റ്റോ ടോക്കൺ എക്സ്ട്രാ കിട്ടും. അപ്പൊ എത്രയായി? 2100 ഈ ഒരു കറൻസി ഈ ഒരു മെത്തേഡിൽ ഈ ഒരു ഓഗസ്റ്റ് 31 മുന്നേ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ടോക്കൺ ഓഫ് ലവ് എന്ന് പറയുന്ന ഒരു അടിപൊളി ഇൻകം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ക്രിപ്റ്റോ ടോക്കൺ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതിലൂടെ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അത് 1050 ഡ്യൂപ്ലിക്കേഷൻ നടന്നാൽ മാത്രമാണ് അത് കിട്ടുക എന്നുള്ളതാണ്. 31 മുന്നേ നിങ്ങൾ ഒരു $1050 ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുകയും നിങ്ങളെ ലിങ്ക് യൂസ് ചെയ്ത് വരുന്ന ഒരു 5 ആളെ നിങ്ങൾ ക്രിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2100 ക്രിപ്റ്റോ ടോക്കൺ ടോട്ടൽ ആവുകയും നിങ്ങളുടെ അസറ്റിൽ എത്രയാണോ മിനിമം ഒരു 1050 മൾട്ടിപ്പിൾ ക്രിപ്റ്റോ കറൻസി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവിടെ ഏകദേശം 2100 ഒരു 1050 കിട്ടുകയാണെങ്കിൽ 3150 ക്രിപ്റ്റോ അസറ്റ് ഉള്ള വ്യക്തികളായി മാറും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ക്രിപ്റ്റോ കറൻസിക്ക് നാളെ $1 അല്ലെങ്കിൽ ഒരു $5 അല്ലെങ്കിൽ ഒരു $10 മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്ത് ഒരു വർഷം കൊണ്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന 3150 ക്രിപ്റ്റോ കറൻസിയുടെ വാല്യൂ നിങ്ങൾ ചിന്തിച്ചു നോക്കും പോട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന 1050 പ്ലസ് 1050 കൂടാതെ നിങ്ങൾക്ക് ഡബിൾ ടോക്കൺ കിട്ടുന്ന ഒരു 1050 ആണെങ്കിൽ ആ 1050 കൂടി എങ്ങനെയായാലും ഒരു മിനിമം ഡബിൾ ടോക്കൺ കിട്ടും. അത് ചിലപ്പോൾ 4000 സംതിങ് കിട്ടാം. ഒരു ആവറേജ് കണക്ഷൻ പറയുന്നത് ഒരു 3150 ടോട്ടൽ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1050 നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടി, നിങ്ങൾ 5 ആൾക്കാരെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 1050 ക്രിപ്റ്റോ ടോക്കൺ കിട്ടി. കൂടാതെ കോയിൻ ഫോർജിന്റെ ഡബിൾ ടോക്കൺ ടോക്കൺ ഓഫ് ലവ് ഒരു സ്നേഹോപകാരം ഒരു 1050 ക്രിപ്റ്റോ ടോക്കണും കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടിക്കഴിഞ്ഞാൽ 3150 ക്രിപ്റ്റോ ടോക്കൺ ആയി. ഈ ക്രിപ്റ്റോ ടോക്കൺ നാളെ മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് $1 അല്ലെങ്കിൽ $5 അല്ലെങ്കിൽ $10 ആയി കഴിഞ്ഞാൽ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കി 3150 കൂടെ ഒരു 0 കൂടി ചേർത്ത് നോക്കും, എത്രയായി? 3150 കൂടി വിളിച്ചാൽ 30,150 ക്രിപ്റ്റോ ടോക്കൺ ആയി അല്ലെ? 31,500 ക്രിപ്റ്റോ ടോക്കൺ ആയി. അപ്പൊ നിങ്ങൾക്ക് ടോട്ടലി പറയുകയാണെങ്കിൽ ആ ഒരു വാല്യൂ ഇൻറ്റു 90 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി നോക്ക് ടോട്ടൽ എത്ര അസറ്റ് ആണ് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ മൊബൈലിലുള്ള കാൽക്കുലേഷൻ ഉള്ളതാണ്, നിങ്ങൾ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലൂടെ അത്രയും ക്രിപ്റ്റോ വാല്യൂ നാളത്തെ ഒരു അസറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ നാളത്തെ ഒരു അസറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ന് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു 5 ആളെ റെഫറൽ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് 1050 40% റെഫറൽ ഇൻകം കിട്ടുമെന്നുള്ളതാണ്. 40% റെഫറൽ എന്ന് വെച്ചാൽ പെർ നമ്പറിൽ നിന്ന് ഒരു വ്യക്തിയിൽ നിന്ന് 420 പ്ലസ് ഒരു 8% കമ്മ്യൂണിറ്റി ഇൻകം എന്ന് പറയുന്ന ജനറേഷൻ ഇൻകം കൂടി കിട്ടിക്കഴിഞ്ഞാൽ $468 നിങ്ങൾക്ക് USDT വരുമാനം കിട്ടുമെന്നുള്ളതാണ്. ഈ $468 5 ആളുകളിലൂടെ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഏകദേശം 2100 ക്രിപ്റ്റോ ഡോളറാണ് കിട്ടുന്നത് എങ്കിൽ ഇന്ത്യ മണി കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 2,10,600 രൂപ നിങ്ങൾക്ക് ഒരു സെക്കൻഡുകൾ കൊണ്ടോ ഒരു മണിക്കൂറുകൾ കൊണ്ടോ
അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട്, ഒരു മാസം കൊണ്ട്, ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. സോ നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് എത്രയാണോ ആ എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് 100% ഇതിലൂടെ കിട്ടും. കൂടാതെ നിങ്ങൾ 5 ലെവലിലൂടെ നിങ്ങൾക്ക് ഇതിലൂടെ കമ്മ്യൂണിറ്റി ഇൻകം കിട്ടിയാൽ തന്നെ ഏകദേശം $48 ഇൻറ്റു 5 ആൾക്കാരിൽ നിന്ന് കിട്ടിയാൽ തന്നെ ഏകദേശം $240 കിട്ടും എന്നുള്ളതാണ്. ഏകദേശം 21,600 രൂപ കിട്ടും. അങ്ങനെ നിങ്ങൾ 5 ആളിലൂടെ വരുന്ന സമയത്തിന് ഏകദേശം 2,10,000 രൂപ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. കൂടാതെ നിങ്ങളെ വിശ്വസിക്കുന്ന ഈ 5 ആളാണ് അടുത്ത പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ നിങ്ങളും ചെയ്യുകയാണെങ്കിൽ എന്താണ് കിട്ടുക എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കാം. ഒരു 5 ആൾക്കാർ നിങ്ങൾ ചെയ്തതുപോലെ ABCD എന്ന് പറയുന്ന 5 വ്യക്തികളാണ് നിങ്ങൾ കരുതുക. ഈ 5 വ്യക്തികളും അവരും ഈ ഇതേ ടോക്കൺ ഓഫ് ലവ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ക്രിപ്റ്റോ കറൻസികൾ എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ടോ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ്, നിങ്ങളെ കൂടെ നിൽക്കുന്നവർക്ക് എന്താണ് ബെനിഫിറ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളെ വിശ്വസിച്ച് വന്നിരിക്കുന്ന 5 ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 25 ആൾക്കാർ ക്രിയേറ്റ് ആവുകയും ഈ 25 ആളിലൂടെ നിങ്ങൾക്കും നിങ്ങളെ വിശ്വസിച്ച് വന്നിരിക്കുന്ന 5 ആൾക്കാർക്കും ഒരു 3 ലെവൽ മുകളിൽ നിങ്ങളെ ആരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവർക്കൊക്കെ ഇൻകം പോകുന്നുണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് നിങ്ങളെ കൂടെ വന്നവർക്ക് എന്ത് കിട്ടും നിങ്ങൾ മനസ്സിലാക്കുക. ഒരു 5ന്റെ ഡ്യൂപ്ലിക്കേഷൻ 25 ആൾക്കാർ വരുന്ന സമയത്ത് ഏകദേശം നിങ്ങൾക്ക് കിട്ടുന്നത് $48 ഇൻറ്റു 25 ആൾക്കാരാണ്. ഏകദേശം $1,200. വെറും നിങ്ങൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്താൽ തന്നെ ഏകദേശം 1,08,000 രൂപ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യും വരുമാനം ലഭിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 3ാമത്തെ സ്റ്റെപ്പാണ്, 3ാമത്തെ ജനറേഷനാണ്. ഈ 3ാമത്തെ ജനറേഷനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും നിങ്ങളെ കൂടെ വന്നിരിക്കുന്ന സെക്കൻഡ് ജനറേഷനിൽ അവർ പരിശ്രമിച്ചു കഴിഞ്ഞാലും ഫസ്റ്റ് ജനറേഷനിൽ അവർ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സ്പോൺസർ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ക്രിയേറ്റ് ആവുന്ന പെർ നമ്പർ എന്ന് പറയുന്നത് ഓരോ 25 ആൾക്കാരിലേക്കും 5 ആൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 125ന്റെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ആവും എന്നുള്ളതാണ്. ഈ 125 ആൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു വ്യക്തിയിൽ നിന്ന് $48 വെച്ച് കിട്ടുന്ന സമയത്ത് 125 ആൾ ഇൻറ്റു 48 സമയത്ത് $6,000 USDT കിട്ടും എന്നുള്ളതാണ്. ഈ $6,000 ഇന്ത്യൻ മണി 90 കൊണ്ട് ഗുണിച്ചാൽ തന്നെ ഏകദേശം 5,40,000 രൂപയായി. ഇത്രയും വലിയ വരുമാനം ഒരു ചുരുക്ക സമയം കൊണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നിങ്ങൾ എന്തിനും മടിച്ചു കിട്ടണം. സോ നെക്സ്റ്റ് ഒരു ലെവൽ എന്ന് പറയുന്നത് 4ാമത്തെ ജനറേഷനാണ്. നിങ്ങൾ ഒരു 5 ജനറേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ കൂടെ വന്നിരിക്കുന്നവർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ കമ്മ്യൂണിറ്റി അവിടെ ഏകദേശം 125ന്റെ ഒരു 5 ആൾക്കാർ 125 ആൾക്കാർ കൂടി ഒരു 5 ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 625 ആൾക്കാർ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളെ ലിങ്ക് യൂസ് ചെയ്ത് വന്ന ഏതെങ്കിലും ഒരു വ്യക്തിയിലൂടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു വ്യക്തിയിൽ നിന്ന് 780 ആൾക്കാർ നിങ്ങൾക്ക് കണക്ട് ആവും എന്നുള്ളതാണ്. ടോട്ടൽ ഈ 5 ആളിലൂടെ 780 ആൾ കണക്ട് ആവുന്ന സമയത്ത് ഏകദേശം 3,125ന്റെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ആയിട്ട് പ്ലസ് ഈ 5 ആൾക്കാരും കൂടി കഴിഞ്ഞാൽ 3,905 ആൾക്കാർ നിങ്ങളുടെ നെറ്റ്വർക്കിലേക്ക് വരും എന്നുള്ളതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം നിങ്ങളൊന്ന് ഡിഫൈൻ ചെയ്ത് മനസ്സിലാക്കി നോക്കി. 125ലൂടെ 5 ആൾക്കാർ വരുന്ന സമയത്ത് 625 ആൾ വരുന്ന സമയത്ത് തന്നെ ഏകദേശം $48 വെച്ച് മുന്നിക്കുന്ന സമയത്ത് $30,000 കിട്ടും എന്നുള്ളതാണ്. ഈ $30,000 നിങ്ങൾ ഏൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം എത്ര ലക്ഷം രൂപയാണ്? 27 ലക്ഷം രൂപയാണ് വരുമാനം. നിങ്ങൾ അതുകൂടാതെ ടോട്ടലിയുള്ള ഓരോ വ്യക്തികളും അവരൊരു 5 ആൾക്കാരെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ അല്ല 5 ആൾക്കാരിലേക്ക് ബിസിനസ് എത്തിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്കിലേക്ക് കണക്ട് ആവുന്ന സമയത്ത് ഏകദേശം ഈ 625 ആള് പ്രവർത്തിച്ചുകൊണ്ട് ഒരു 5 ആൾക്കാരെ കൊണ്ടുവരുന്ന സമയത്ത് ഏകദേശം 3,125 ആൾക്കാർ വരും. ടോട്ടലി പറയുകയാണെങ്കിൽ ആ 3,125 ആൾക്കാരിൽ നിന്നും ഒരു 8% എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു $48 നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 1,50,000 USDT നിങ്ങൾക്ക് വരുമാനം കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,35,00,000 രൂപ വരുമാനം കിട്ടുമെന്നാണ്. ഇത്രയും വലിയൊരു ഏർണിങ്സ് നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങളെ കൂടെ വന്നിരിക്കുന്ന വ്യക്തികൾക്ക് ക്രിപ്റ്റോ ടോക്കൺ, ഇതിന്റെ ക്രിപ്റ്റോ കറൻസി കിട്ടുന്ന ക്രിപ്റ്റോ ടോക്കൺ വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വാങ്ങിയിട്ട് വെറുതെ വെക്കുന്നതിന് പകരം നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികളോട് ഇതിന്റെ പൊട്ടൻഷ്യൽ പറഞ്ഞുകൊണ്ട് അവരൊക്കെ ഒരു 100 ക്രിപ്റ്റോ കറൻസിയോ അല്ലെങ്കിൽ ഒരു 1,050 ക്രിപ്റ്റോ കറൻസിയോ നിങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ എന്ത് കിട്ടും? ആ ക്രിപ്റ്റോ കറൻസി അവർക്ക് 100% കിട്ടുന്നെങ്കിൽ അതിന്റെ ഒരു 25% നിങ്ങൾക്ക് കിട്ടും. കൂടാതെ ഇത്രത്തോളം USDT US$ വരുമാനം കിട്ടും എന്നുള്ളതാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നിങ്ങളെ കൂടെ ഉള്ളവർ ചെയ്തു കഴിഞ്ഞാലും മനസ്സിലാക്കേണ്ട ഒരു ചെറിയൊരു സെഷൻ കൂടി നിങ്ങൾക്ക് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. സോ എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങളോട് ഒരു 5 ആൾക്കാർ വന്നു. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്താ എത്ര റെഫറൽ വെക്കാം? വെറും 5 ആളെ മാത്രമല്ല നിങ്ങൾ അസോസിയേറ്റ് ചെയ്യിപ്പിക്കാം. നിങ്ങൾക്ക് എത്ര ആൾക്കാർ വേണമെങ്കിലും വെക്കാം. അപ്പൊ നിങ്ങളെ വിശ്വസിച്ച് വന്നിരിക്കുന്ന ഈ 5 ആൾക്കാർക്ക് നിങ്ങളിലൂടെ എന്ത് വരുമാനം കിട്ടും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്കും ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? അവരെ വിശ്വസിച്ച് വന്ന ആൾക്കാർക്കും വരുമാനം കിട്ടും എന്നുള്ള ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും.
സോ ഇവിടെ ടോട്ടൽ 5 ആൾക്കാർ വന്നിട്ടുണ്ട്. ഈ 5 ആൾക്കാരും അവർക്ക് പറ്റുന്നതായിട്ടുള്ള അസോസിയേഷൻ ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സമയത്താണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒരു 6ാമത്തെ റഫറൽ വെക്കുന്ന സമയത്ത് ഈ ഒരു പ്രൊജക്ടിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വർക്ക് ചെയ്യാത്ത വ്യക്തിക്കാണ് അവിടെ മുൻതൂക്കം എന്നുള്ളതാണ്. എന്തുകൊണ്ട് നിങ്ങൾ ആരും വർക്ക് ചെയ്യാതിരിക്കണം എന്നല്ല പറയുന്നത്. നിങ്ങൾ 8% കമ്മ്യൂണിറ്റിയിലൂടെ കിട്ടുന്ന 8% ഇൻകത്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കാണ് 40% ഇൻകം നിങ്ങൾക്ക് അവിടെ നഷ്ടമാവുന്നു എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. സോ നെക്സ്റ്റ് ഒരു ഡി എന്ന് പറയുന്ന വ്യക്തിയാണ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയുന്നത്. ഡി എന്ന് പറയുന്ന വ്യക്തി ഒരൊറ്റ ഒരു അസോസിയേഷൻ ഇവിടെ ഈ നെറ്റ്വർക്ക് പ്രകാരം ഉള്ളൂ. ആ സമയത്താണ് യു എന്ന് പറയുന്ന അക്ബർ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അബൂബക്കർ എന്ത് ചെയ്യുന്നത്, ഒരു 6ാമത്തെ ഒരു റഫറൽ വെക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ സിസ്റ്റത്തിന്റെ പ്രകാരം ഏറ്റവും ലോവസ്റ്റ് കമ്മ്യൂണിറ്റി ആരെ നെറ്റ്വർക്കിലാണോ ഉള്ളത് അദ്ദേഹത്തിന്റെ പ്ലേസ്മെന്റിൽ പോയി പ്ലേസ് ആവും. ആ സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്നത് 8% ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പ്രവർത്തിയിലൂടെ 8% ആർക്ക് കിട്ടുന്നത്, ഡി എന്ന് പറയുന്ന വ്യക്തി അബൂബക്കറിന്റെ പ്രവൃത്തിയോടും കൂടി ഡി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു 8% കിട്ടും എന്നുള്ളതാണ്. അതേപോലെ ഈ 5 ആൾക്കാർക്ക് എന്ത് ചെയ്യും, ഞാനാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ അബൂബക്കർ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്ന, വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രൊമോഷൻ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവനെ വിശ്വസിച്ച് വന്നിരിക്കുന്ന 5 ആൾക്കാർക്ക് എന്ത് കിട്ടും, 8%. 5 ആളിലൂടെ ഏകദേശം 40% അവർക്ക് എന്ത് കിട്ടുന്നുണ്ടാവും, വരുമാനം കിട്ടുന്നുണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ അബൂബക്കറിന്റെ അടുത്തൊരു റഫറൽ അടുത്ത പ്രയോറിറ്റി ബേസ്ഡ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന വ്യക്തിയിലേക്കാണ്. കാരണം വെച്ചാൽ ഈ നെറ്റ്വർക്കിൽ ആദ്യം വന്ന ആരാണോ അവനക്കാണ് ഏറ്റവും പ്രയോറിറ്റി. ഏറ്റവും ലോവസ്റ്റ് നെറ്റ്വർക്ക് ഉള്ളത് ആർക്കാണ്, അവനക്കാണ് ഇൻകത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു സ്ലൈഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അടുത്തൊരു റഫറൽ വീക്കും അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് നെക്സ്റ്റ് റഫറലുകൾ എന്ത് ചെയ്യും, അബൂബക്കർ പ്ലേസ്മെന്റ് കൊണ്ടുവരുന്ന നെറ്റ്വർക്കിന്റെ സ്ഥാനം അനുസരിച്ച്, കൗണ്ട് അനുസരിച്ച് ഓരോ വ്യക്തികൾക്ക് എന്തുണ്ടാവും, ഓരോ വ്യക്തികൾ കണക്ഷൻ ആവുന്ന സമയത്ത് ഒരു കണക്ഷൻ മാത്രമല്ല ഒരു 8% ജനറേഷൻ ഇൻകം എന്ന് പറഞ്ഞ ഒരു ഇൻകം ഇതിലൂടെ കിട്ടുമെന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ നെറ്റ്വർക്കിലൂടെ ടോട്ടലി ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജനറേഷൻ ഇൻകം എങ്ങനെ കിട്ടും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഗ്ലോബൽ ഷെയർ എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടി ഓഫ് ഇൻകം ഇതിലുണ്ട്. പക്ഷേ ഈ ഗ്ലോബൽ ഷെയർ നിങ്ങൾ പ്രൊമോഷൻ ചെയ്തുകൊണ്ടൊന്നും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിന്റെ ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ 100% ഈ ഒരു പ്രൊജക്ടിന്റെ ഒരു ഷെയർ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് തീർച്ചയാണ്. കാരണം ഇന്ന് വന്ന വ്യക്തി ഒരു അബ്ദുൽ സത്താർ ആണെങ്കിൽ ഈ മാർച്ച് 1 വന്നിരിക്കുന്ന ആ സമയത്ത് ഞാനാണ് അസോസിയേറ്റ് ചെയ്തതെങ്കിൽ എനിക്ക് കിട്ടുന്ന അതേ ഒരു ഷെയർ ഇൻകം ആർക്ക് കിട്ടും, എന്നെ പോലെ ഈ ഒരു പ്രൊജക്ടിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്ന സത്താറിനും ആ സമയം മുതൽ അങ്ങോട്ടേക്ക് കിട്ടുമെന്നുള്ളതാണ്. സോ നിങ്ങൾ ഈ ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലെ ഓൾ ഓവർ വേൾഡിലെ കമ്മ്യൂണിറ്റിയിൽ ഒരു ഇൻകം നിങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കടക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് അതിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി എത്താൻ വേണ്ടി പറ്റുക. സോ സത്താർ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു പ്രൊജക്ടിലേക്ക് ഒരു വ്യക്തിയുടെ ലിങ്ക് യൂസ് ചെയ്ത് വന്നു. അദ്ദേഹം ആദ്യത്തെ സ്മാർട്ട് കോൺട്രാക്റ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, $50 ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. അതിന്റെ അസറ്റ് ഒക്കെ അദ്ദേഹത്തിന് കിട്ടി. അതിലൂടെ കണക്ഷൻ വരുന്ന നെറ്റ്വർക്കിലൂടെ അദ്ദേഹത്തിന് ഇൻകം കിട്ടും. കൂടാതെ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, അതിനേക്കാൾ കൂടുതൽ വരുമാനം കിട്ടണം, അതിനേക്കാൾ കൂടുതൽ ക്രിപ്റ്റോ കറൻസി കിട്ടണമെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം, സെക്കൻഡ് ലെവൽ ആക്ടിവേറ്റ് ചെയ്യണം. കൂടാതെ 3ാമത്തെ ഒരു ലെവൽ അദ്ദേഹം ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കമ്മ്യൂണിറ്റി, ഈ എംപവർ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി അല്ല, ഈ Coin4G എന്ന് പറയുന്ന ഓൾ ഓവർ വേൾഡിലുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ വന്നതിന് ശേഷം വരുന്ന എത്ര കമ്മ്യൂണിറ്റി ഉണ്ടോ അതിന്റെ ഒക്കെ ഒരു ഷെയർ നിങ്ങൾക്ക് എന്ത് കിട്ടും. ഈ 3ാമത്തെ കോൺട്രാക്ടിന്റെ വാല്യൂ ആയി നിൽക്കുന്ന $150 40% എന്ന് പറയുന്ന $60 40% എന്ന് പറയുന്ന $60 ആണ്. ആ $60 ഒരു ഷെയർ കിട്ടുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറും എന്നുള്ളതാണ്. ആ സമയത്ത് വിയറ്റ്നാം എന്നൊരു വ്യക്തി വരുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കാണ് അവിടെ പ്രയോറിറ്റി എന്നുള്ളതാണ്. അപ്പൊ ആര് ലിങ്ക് യൂസ് ചെയ്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിലൂടെ എന്തുണ്ട്, ഷെയറിംഗ് കിട്ടും എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. സോ നിങ്ങൾ നെക്സ്റ്റ് ലെവൽ ആക്ടിവേറ്റ് ചെയ്യണം, അതിൻ്റെതായ വരുമാനം നിങ്ങൾക്ക് കിട്ടും. അടുത്ത ലെവൽ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6ാമത്തെ സ്മാർട്ട് കോൺട്രാക്ടിന്റെയും പ്രത്യേകത എന്താണ്, ഗ്ലോബൽ ഷെയർ ആണ്, ബ്യൂട്ടി ഓഫ് ഇൻകം ആണ്. ബാക്കിയെല്ലാ ഇൻകം നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ടാവും. കൂടാതെ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ചെറിയ വരുമാനം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളില്ലാത്ത സമയത്ത്, നിങ്ങളെ പ്രസൻസ് ഇല്ലാത്ത സമയത്തും നിങ്ങളുടെ അസറ്റ്, നിങ്ങളെ വാല്യൂവിന് ഒരു വരുമാനം കിട്ടുന്ന ആ ഒരു പ്രത്യേകത പറയുന്ന പേരാണ് ഇൻവെസ്റ്റ്മെന്റ്. അല്ലാതെ ഇന്ന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് നാളെ അത് തിരിച്ചെടുത്ത് പോകുന്ന പല MLM കമ്പനി അല്ലെങ്കിൽ പല മണി ചെയിനുകളോ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഉറങ്ങുന്ന സമയത്ത് കുറച്ച് ഇൻകം കിട്ടിയിട്ട് നാളെ ആ കമ്പനി തന്നെ പൂട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനല്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ലൈഫ് ടൈം നമുക്ക് ഒരു വരുമാനം കിട്ടുന്ന ഒരു പ്രൊജക്ടിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനാണ് യഥാർത്ഥ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് വരുമാനം നേടാൻ പറ്റിയ പ്രൊജക്ടാണ് Coin4G മൈ ഡിയർ ഫ്രണ്ട്സ്. 6ാമത്തെ കോൺട്രാക്ട് സത്താർ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് $300 40% ആയിരിക്കുന്ന $120 ഒരു ഷെയർ അദ്ദേഹത്തിന് കിട്ടുമെന്നുള്ളതാണ്.
സോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് കണ്ടിന്യൂസ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ മാക്സിമം എന്ത് ചെയ്യാം, നമ്മൾ കമ്മ്യൂണിറ്റി ഈ പ്രൊജക്ടിന് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇതിന്റെ ടോട്ടൽ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുണ്ട്. അങ്ങനെ നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമായി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു 20% ആദ്യം മാറ്റി വെക്കുന്നുണ്ട്. അത് എപ്പോഴത്തേക്ക് തരാനാണ്? ഇതിന്റെ ലോയൽ കസ്റ്റമർ, ലൈഫ് ടൈം ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന കസ്റ്റമർക്ക് കിട്ടുന്ന ഒരു ഇൻകം, ഒരു സാലറി അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഇൻകം കിട്ടുന്ന, അതും ഡിജിറ്റൽ രൂപത്തിൽ കിട്ടുന്ന ഒരു റോയൽറ്റി ഇൻകം കിട്ടുന്ന വ്യക്തികളായി മാറാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അത് എല്ലാ മന്ത് എൻഡിലും 2026 ജനുവരിയോടുകൂടി അത് ഫസ്റ്റ് വാരത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ്. സോ അതെങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ബൈബാക്ക് ടോക്കൺ എന്ന് പറയുന്ന എനർജി ടോക്കൺ അല്ലെങ്കിൽ ക്രിപ്റ്റോ ടോക്കൺ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുമെന്നുള്ളതാണ്. 1:1 എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇക്വലന്റ് ആയിട്ട് ക്രിപ്റ്റോ ടോക്കൺ കിട്ടും. കൂടാതെ ഓൾറെഡി ഞാൻ പറഞ്ഞു 25% കിട്ടും. നിങ്ങൾക്ക് ഇതിന്റെ എലിജിബിലിറ്റി എത്തിക്കഴിഞ്ഞാൽ, ഈ റോയൽറ്റി ഇൻകത്തിന് നിങ്ങൾ എലിജിബിലിറ്റി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഈ പ്രൊജക്ട് അവസാനിപ്പിക്കാം. സമയം എത്രയായി എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം, MC ഒന്ന് സൂചിപ്പിക്കാം. സോ റോയൽറ്റി ഇൻകം കിട്ടുന്നതിന് 4 ക്രൈറ്റീരിയ ഇവിടെ ഉള്ളത്. ഈ ക്രൈറ്റീരിയ മാച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കുള്ള ആ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമുമായിട്ട് നിങ്ങൾക്ക് നിന്നുകൊണ്ട് വരുമാനം നേടാൻ വേണ്ടി പറ്റുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ആ 20%ന്റെ ഒരു ഷെയർ ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന്റെ ടോട്ടൽ സ്മാർട്ട് കോൺട്രാക്ട് 9 എന്ത് ചെയ്യണം, നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ആ ബേസിക് എലിജിബിലിറ്റി നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ വിശ്വസിച്ച് വന്നിരിക്കുന്ന എത്ര ആൾക്കാരുണ്ടോ ആ ആൾക്കാരിൽ നിന്ന് ഒരു 5 ആൾക്കാർ നിങ്ങളെ എത്തിയിരിക്കുന്ന ആ ബേസിക് എലിജിബിലിറ്റിയിലേക്ക് അവർ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഷെയറിംഗ് കിട്ടുന്ന മന്ത്ലി ഒരു ഷെയറിംഗ് കിട്ടുന്ന ഒരു എലിജിബിലിറ്റിന്റെ അതിനെ സ്റ്റേജിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടും പയനിയർ എന്ന് പറയുന്ന റാങ്കിലുള്ള റോയൽറ്റി ഇൻകം 20% NFT രൂപത്തിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുമെന്നുള്ളതാണ്. അതിനുള്ള ആകെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 9 സ്മാർട്ട് കോൺട്രാക്റ്റുകൾ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുക. നിങ്ങളെ വിശ്വസിച്ച് വന്നിരിക്കുന്ന ടോട്ടൽ കമ്മ്യൂണിറ്റി എത്രയുണ്ടോ അതിൽ നിന്ന് ഒരു 5 ആൾക്കാരെ കൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ബേസിക് എലിജിബിലിറ്റി എത്തിക്കുക. ആ സമയത്ത് ഈ പ്രൊഡക്റ്റ് ഫണ്ടിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന 20%ന്റെ ഒരു ഷെയർ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇതിൽ കിട്ടുമെന്നുള്ളതാണ്. ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു പൈനിയർ റാങ്കിങ്ങിൽ ഒരു 10 ആളുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ ആ ടോട്ടൽ ഉള്ളത് $100 ആണെന്ന് വിചാരിക്കാം. ഈ $100 ഷെയർ ആർക്ക് പോകും? അതിന്റെ ഒരു 20% എന്ന് പറയുന്നത് ടോട്ടൽ റോയാലിറ്റിക്ക് മാറ്റി വെച്ചിരിക്കുന്ന ആ ഫണ്ടിന്റെ 20%ന്റെ ഒരു ഷെയർ എന്ന് വെച്ചാൽ ഒരു $100 ആണെന്ന് വിചാരിക്കാം. അവിടെ എലിജിബിലിറ്റിയിൽ ഇരിക്കുന്നത് 10 ആളാണെങ്കിൽ ആ 10 ആൾക്ക് എന്ത് കിട്ടും, ഈ $100 എന്ത് ചെയ്യും, ഇക്വലന്റ് ആയിട്ട് ഷെയർ ആയിട്ട് പോകുന്നതാണ്. നാളെ വന്ന് അവിടെ ഒരു 20 ആളാകുന്ന സമയത്തോ ആ $100 20 ആൾക്കാർക്കും ഷെയർ ആയിട്ട് പോകും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടോട്ടൽ കമ്മ്യൂണിറ്റിനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നമ്മൾ റോയൽറ്റിയിലേക്കുള്ള, റോയൽ പൂളിലേക്കുള്ള അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഫണ്ടിലേക്കുള്ള വാല്യൂ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഇതിന്റെ പെർസെന്റേജ് എന്ത് ചെയ്യും, കൂടിക്കൊണ്ടേയിരിക്കും, കമ്മ്യൂണിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. സോ നെക്സ്റ്റ് നിങ്ങൾക്ക് 30% ഒരു ഷെയർ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് 20% കിട്ടിയത് എങ്ങനെയാണോ ആ വ്യക്തികൾക്ക് ആ 20% നിങ്ങൾ ആർക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി തയ്യാറായാൽ മതി. നിങ്ങളെ വിശ്വസിച്ച് വന്നിരിക്കുന്ന 5 ആൾക്കാർക്ക് തയ്യാറായി ചെയ്തു കൊടുത്താൽ മാത്രം മതി. അപ്പൊ ആ സമയത്ത് അവരും എന്ത് ചെയ്യും, 5 ആൾക്കാർ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, ടോട്ടൽ റോയൽറ്റീന്റെ 30% കിട്ടുന്നുണ്ടാവും. കൂടാതെ നിങ്ങൾക്ക് അടുത്തൊരു 50% ഷെയർ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേര് ട്രൈബലൈസർ ആണ്. നിങ്ങൾ ഇതിന്റെ റാങ്കിങ് പൊസിഷനും നിങ്ങൾ പഠിച്ചു വെക്കണ്ട, പക്ഷെ നിങ്ങൾക്ക് ഇതിന് കിട്ടുന്ന പെർസെന്റേജ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ വിശ്വസിച്ച് വന്നിരിക്കുന്ന 5 ആൾക്കാർക്ക് 30% വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. അവരെന്ത് ചെയ്യും, 20% അവരെ വിശ്വസിച്ച് വന്നിരിക്കുന്ന 5 ആൾക്കാരെയും അവരെന്ത് ചെയ്യും, 20% വാങ്ങിക്കൊടുക്കാൻ തയ്യാറാവും. ആ സമയത്ത് 20% വന്നിരിക്കുന്ന എത്ര ആൾക്കാരാണോ അത്ര ആൾക്കാർ എന്ത് ചെയ്യും, 5 ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ടാവും, ബേസിക് എലിജിബിലിറ്റിക്ക് എത്തിക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങളെ വിശ്വസിച്ച് വന്നിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് ലൈഫ് ടൈം ഇൻകം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ഇത് റോയൽറ്റി എന്ന് പറയുന്ന ഒരു ഇൻകം. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു റോയൽറ്റി പൊസിഷനിലേക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിൽ ഏതെങ്കിലും ഒരു റാങ്കിങ്ങിലുള്ള സാധനം നിങ്ങൾക്ക് നാളെ മാർക്കറ്റ് പ്രൈസിലൂടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വിൽക്കാനും വിറ്റ് ചെയ്തുകൊണ്ട് വരുമാനം നേടാനും പറ്റും എന്നുള്ളത് തീർച്ചയാണ്. സോ ഈ ഇൻകം സ്ട്രക്ചർ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കാം. ടോട്ടലി നിങ്ങൾ $300 ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് 3 സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം 27,000 രൂപയാണ് അതിന് എക്സ്പെൻസ് വരിക. അത് നിങ്ങൾ 27,000 മുടക്കിയാൽ തന്നെ ഒരു 5 ഡയറക്റ്റ് റെഫറൻസിനെ നിങ്ങൾ പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മൾട്ടിപ്പിൾ അസറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാം, 54,000 രൂപ ഉണ്ടാക്കാം. ഈ 5 ആൾക്കാരെ വെച്ചുകൊണ്ട് അവരെ കൊണ്ട് ഒരു ഡ്യൂപ്ലിക്കേഷൻ ചെയ്തിട്ട് ഏകദേശം നിങ്ങളുടെ നെറ്റ്വർക്കിൽ വരുന്ന 3 കോൺട്രാക്ട് ചെയ്തിരിക്കുന്ന 3,905 ആൾക്കാർ ഒന്ന് കണക്ഷൻ ആകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഏകദേശം
$46,860, ഏകദേശം 42,17,400 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു പ്രൊജക്ടിലൂടെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. കൂടാതെ ഒരു $1,050 ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ $2,100 നിങ്ങൾക്ക് വരുമാനം നേടാം, ഏകദേശം 1,89,000 നേടാം. അത് 5 ആൾക്കാരും അതേപോലെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന 5 ജനറേഷൻ ഇൻകം 8% കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം $1,87,440 വരുമാനം കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാല് 1,68,69,600 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കിട്ടും, ഇതിലൂടെ വരുമാനം കിട്ടുമെന്നുള്ളതാണ്. നിങ്ങൾ 5 റഫറൽ മാത്രം ചെയ്ത് 5 റഫറിലെ ഡ്യൂപ്ലിക്കേഷൻ അവരും 5 ആൾക്കാർ വരുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഇൻകം അതാണ്. കൂടാതെ ടോട്ടൽ സ്മാർട്ട് കോൺട്രാക്ട്, ഇതിന്റെ നെക്സ്റ്റ് സ്മാർട്ട് കോൺട്രാക്ടുകൾ Q3 വരുന്ന സമയത്ത് ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് $450 ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് വരിക. ഇപ്പൊ ഒരു $1,050 ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത വ്യക്തിക്ക് ഇനിയും $450 ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടുന്ന് ബാലൻസ് എത്രയാണോ അത് മാത്രമാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം $3,000 ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യം വരും. ആ $3,000 ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഏകദേശം $8,100 നിങ്ങൾക്ക് വരുമാനം നേടാം. അത് തന്നെ പറയുകയാണെങ്കിൽ 7,29,000 രൂപ നിങ്ങൾക്ക് നേടാൻ വേണ്ടി പറ്റും. അത് 5 ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് ഏകദേശം 5,90,43,600 രൂപ നേടാൻ വേണ്ടി പറ്റുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആണ് കോയിൻഫോർജ് എന്ന് പറയുന്ന മൈ ഡിയർ ഫ്രണ്ട്സ്. സോ ഈ പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് എത്ര കമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞാലും അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഷെയർ ഇൻകം നേടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. സോ ഇതിന്റെ സ്നാപ്ഷോട്ട് ഒരു ആകത്തുക പറയുകയാണെങ്കിൽ ഇതിൽ ഏർലി ബേർഡ് ആയിട്ട് ഏർലി അഡ്വാൻറ്റേജോടുകൂടി നിങ്ങൾ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ, നേരത്തെ കയറി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഇൻകം നേടാൻ വേണ്ടി പറ്റും. വൈകി വന്നവർക്ക് ഇവിടെ കിട്ടുന്ന ഈ ഫ്രീ ടോക്കൺ, ക്രിപ്റ്റോ കറൻസി കിട്ടുന്ന ടോക്കൺ കിട്ടുന്നവരായി മാറില്ല എന്നുള്ളതാണ്. ടോട്ടലി 100 കോടി ക്രിപ്റ്റോ കറൻസിയിൽ നിന്ന് 20 കോടിയാണ് ഈ കമ്മ്യൂണിറ്റിയിലേക്ക്. എത്ര ആൾക്കാരാണ് വരുന്നത്, ടോട്ടലി 20 കോടി ക്രിപ്റ്റോ ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരിക്കലും ഫ്രീ ടോക്കൺ കിട്ടില്ല എന്നുള്ളതാണ്. സോ നമ്മൾ 1ാമത്തെ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നമ്മളത് 2ലേക്കും 3ലേക്കും, ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന 30% മുന്നേ കിട്ടുന്ന ടോക്കൺ ഓഫ് ലവ് എന്ന് പറയുന്ന കോയിൻ കൂടി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു $1,050 ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. അതൊരു 5 ആൾക്കാരെ കൊണ്ട് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാം. ആ കറൻസി നിങ്ങൾക്ക് കിട്ടുന്ന ആൾക്കാരെയും മാറുക. നാളെ നമ്മളെ എംപവറിനെ വിശ്വസിച്ച് നിന്നവർക്ക് ഇന്ന് ചെയ്യുന്ന പ്രവർത്തിയിലൂടെ നാളെ നമുക്ക് വലിയ രീതിയിൽ അസറ്റ് നേടാൻ വേണ്ടി പറ്റുമെന്നതിന് യാതൊരു സംശയമില്ല. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇൻകം പൊട്ടൻഷ്യൽ ഉണ്ട്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ഡീസെൻട്രലൈസ്ഡ് ട്രാൻസ്പെറൻസി ഇതിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊജക്ട് ആണ് കോയിൻഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ട്. ഇതിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് പാസീവ് ഇൻകം കിട്ടും. കൂടാതെ ഒരു വ്യക്തിക്കും ഈ ഒരു സാധനം അല്ലെങ്കിൽ ഈ ഒരു കോയിൻഫോർജിനെ നാളെ ഷട്ടർ ഇട്ട് കൂട്ടിയിട്ട് പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഇതിൽ വേൾഡിലെ ടോപ്പ് ഫസ്റ്റ് ബ്ലോക്ക് ചെയിൻ ആയിരിക്കുന്ന ഇതേറിയം എന്ന് പറയുന്ന കറൻസിയുടെ സെക്കൻഡ് ലെയർ ആയിരിക്കുന്ന പോളിഗൺ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനാണ് ഈ ഒരു പ്രൊജക്ട് റൺ ചെയ്യുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ ഇതിൽ അസോസിയേറ്റ് ചെയ്യണം എന്നുള്ളത് സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു വ്യക്തിയുടെ ലിങ്ക് മസ്റ്റ് ആണ്. കൂടാതെ ഡിജിറ്റൽ വാലറ്റ് ആയിരിക്കുന്ന ടോക്കൺ പോക്കറ്റ്, മെറ്റാമാസ്ക്, ട്രസ്റ്റ് വാലറ്റ് ഏതോ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിൽ അസോസിയേറ്റ് ചെയ്യാം. അവിടെ വേണ്ടുന്ന എലമെന്റ് എന്ന് പറയുന്ന USDT എന്ന് പറയുന്ന ഡോളർ, പോളിഗൺ എന്ന് പറയുന്ന ഡോളറാണ്. ഈ പോളിഗണിന്റെ ഡോളർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഒരൊറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് ടോപ്പിക് അവസാനിക്കാം. വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. ഈ ബിറ്റ് കോയിൻ 2008 വന്ന സമയത്ത് 0 വാല്യൂ ആണ്. എത്ര? 0 വാല്യൂ. ഇന്ന് നമ്മുടെ കയ്യിലുള്ള കോയിൻഫോർജിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഈ 0 എന്ന് പറയുന്ന വാല്യൂ നാളെ 0.5 ലിസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. എങ്കിൽ ഈ കോയിൻ ബിറ്റ് കോയിന്റെ വാല്യൂ 2009 ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് 0.36 ആണ് ഇന്ത്യൻ മണി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.0041 സെന്റ് ആയിരുന്നു വാല്യൂ. ഡോളറിന്റെ നേരെ പൈസ എന്ന് പറയുന്നതിന് പകരം സെന്റ് എന്നാണ് പറയുക. അപ്പോ 0.41 ആയിരിക്കുന്ന കറൻസി ഇന്ന് 2025 ഞാൻ ഈ PPT ക്രിയേറ്റ് ചെയ്ത സമയത്ത് എടുത്ത വാല്യൂ 2025 അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ $1,01,490 എന്ന് വെച്ച് കഴിഞ്ഞാൽ 98,000 അല്ല, 9,000 അല്ല, 98,79,480. ഇന്ന് അതിന്റെ വാല്യൂ $1,24,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,10,00,000 രൂപയാണ് എറൗണ്ട്. അപ്പൊ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തേണ്ട റൈറ്റ് ആയിട്ട് ഒരു പ്ലാറ്റ്ഫോമിലാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഇന്ന് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ക്രിപ്റ്റോ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊജക്ട് ആണ് കോയിൻഫോർജ്. ഇന്ന് വേൾഡിലെ പോപ്പുലർ ക്രിപ്റ്റോ കറൻസികൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ ഇന്ന് മാർക്കറ്റിൽ നിലനിന്ന് പോകുന്നതായി കാണാം. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഇന്ത്യ പോലും എന്തിനെ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ക്രിപ്റ്റോ കറൻസി ആക്സെപ്റ്റ് ചെയ്തുള്ളതാണ്. അതിന്റെ പേരാണ് CBDC, ERP എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ ഒരു ക്രിപ്റ്റോ കറൻസിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ
നാളെ സാമ്പത്തിക ഘടനയിൽ ഇന്ത്യ കൂപ്പുകുത്തും എന്നുള്ള ഉത്തമ ബോധം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഫിനാൻഷ്യൽ മിനിസ്റ്റർ 2022 G20 ഉച്ചകോടിയിൽ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് സംസാരിക്കുകയും 2023 ക്രിപ്റ്റോ കറൻസിയെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയും ഇന്ന് പല ബാങ്കിങ്ങിലൂടെയും അത് മാർക്കറ്റിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ആ ഒരു ഇന്ത്യ പോലും ഈ കറൻസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇന്ത്യയുടെ CBDC എന്ന് പറയുന്ന കറൻസിയും കൺട്രോൾ ചെയ്യുന്ന ഏതിലൂടെയാണ്? പോളിഗൺ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനിലൂടെയാണ്. അപ്പൊ ഇത്രയും വിശ്വാസമുള്ള ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി നമ്മൾ നിൽക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ .4 ചെയ്തുകൂടാ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ .4 ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും നിങ്ങളുള്ളത് റൈറ്റ് പ്ലേസിലാണ്. ഈ റൈറ്റ് പ്ലേസിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റാൻ വേണ്ടി പറ്റുന്ന ഒരു വണ്ടർഫുൾ പ്രൊജക്റ്റ് ആണ് .4G എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സോ